चारदीवारी में छुपा एक अफसाना, तेरे लिए जो लिखा था एक तराना। गाऊंगा जब कभी तो याद आएगी, मेरी हर कहानी में तू चली आएगी। मैं कभी भूला ना तुझे, मैं कभी भूला ना तुझे, मैं कभी भूला ना तुझे, मैं कभी भूला ना तुझे। रातों की परछाइयों में मैं ढूंढता हूँ तुझको ही अक्सर, बातों की गहराइयों में मैं पाता हूँ तुझको ही हर पल। ख्वाबों के हर मोड़ पर रक्स है तेरा, सांसों में चल रहा जो एक राज है तेरा। गाऊंगा जब कभी तो याद आएगी, मेरी हर कहानी में तू चली आएगी। मैं कभी भूला ना तुझे, मैं कभी भूला ना तुझे, मैं कभी भूला ना तुझे, मैं कभी भूला ना तुझे।
ഇന്ന് രണ്ടുപേരുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒന്നാണ് അല്ലേ. ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും എല്ലാം കൂടെ ഒരേ ദിവസത്തിൽ സാക്ഷാത്കരിക്കുന്ന ഏറ്റവും മനോഹരമായ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. വി ഓൾ നോ ടുഡേ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ. ഇറ്റ്സ് അബൌട്ട് ടു ഹാർട്ട്സ് കമ്മിങ് ടുഗെദർ, ടു ഫാമിലീസ് ബിക്കമിങ് വൺ ആൻഡ് ടു ദ ബിഗിനിങ് ഓഫ് എ ബ്യൂട്ടിഫുൾ ന്യൂ ജേണി. തീർച്ചയായിട്ടും അവർ ഇത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു തുടക്കത്തിന് നമ്മുടെ എല്ലാവിധ വിഷസും ഒപ്പം ബ്ലെസ്സിങ്സും അറിയിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. സോ ഒരിക്കൽ കൂടി ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് ദൂരത്തു നിന്നും സമീപത്ത് നോക്കിയായിട്ട് ഈ ഒരു പ്ലേസിൽ കറക്റ്റ് സമയത്ത് തക്ക സമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളെല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദി ഡേ രണ്ടുപേരും സ്റ്റേജിലേക്ക് വിത്തിൻ കപ്പിൾ ഓഫ് ടൈം അവർ രണ്ടുപേരെയും ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് വന്നിട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് മെയിൻ എൻട്രൻസിലായിട്ട് ഒത്തിരിയേറെ പേര് നിൽക്കുന്നുണ്ട്. സോ പറ്റുമെങ്കിൽ ഒന്ന് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീറ്റിൽ വന്നിരുന്ന് നല്ലൊരു സദസ്സ് ഞങ്ങൾക്ക് നൽകാനായിട്ട് സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യാണ്. It's all right everyone. The wait is finally over. The most magical moment of the event is right here. നമ്മൾ ഇത്രയും സമയമായിട്ട് മോസ്റ്റ് എവേറ്റഡ് ആൻഡ് എക്സൈറ്റഡ് ആയിട്ട് കാണാൻ കാത്തിരിക്കുന്ന സാൻഡ്ര ആൻഡ് സിദ്ധു ഇതാ ഫൈനലി സ്റ്റേജിലേക്ക് എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് ഇതാ എൻട്രൻസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസോടും ഒപ്പം ബ്ലെസ്സിങ്സോടും കൂടി ഞാൻ അവരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. बनने की मिलने की जरूरत लाई
के 2 कदम, चौखट के बाहर क्या गए, तेरी कुड़माई के दिन आ गए। हाय बन्नो परदेसिया के देश के, चौबार तुझको भागे, तेरी कुड़माई के दिन आ गए। ले रहा सो बनाए तेरी माई बाबुल का घर बार है, हो गेंदा गुलाबों से सजी डोली तेरी तैयार है। झूलों के मौसम वो तेरे हमसे रोके भी रोके ना गए, तेरी कुड़माई के दिन आ गए। ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി നൽകുന്നു. വെൽക്കം ടു സ്റ്റാർസ് സെലിബ്രേഷൻ ദി വൺ ആൻഡ് ഓൺലി സാൻഡ്ര ആൻഡ് സിദ്ധാർത്ഥ. Now, ladies and gentlemen, finally they are here. ഇത്രയും സമയമായിട്ട് മോട്ടിവേറ്റഡ് ആൻഡ് എക്സൈറ്റഡ് ആയിട്ട് കാണാൻ കാത്തിരുന്ന സാൻഡ്ര ആൻഡ് സിദ്ധു ഇതാ ഫൈനലി സ്റ്റേജിലേക്ക് എൻട്രി ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യമായി തന്നെ നമ്മുടെ എല്ലാവിധ വിഷസും ഒപ്പം ബ്ലെസ്സിങ്സും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് അവരെ അറിയിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് ഓൾ ഓഫ് ടുഗദർ നല്ലൊരു കയ്യടി നൽകുക. Come on everybody. All right, thank you so much. And Siddharth and Sandra, first of all, hearty congratulations from all of us. നമുക്കറിയാം ഇന്ന് രണ്ടുപേരുടെ ലൈഫിൽ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണല്ലേ. നമുക്കറിയാം വിവാഹം എന്ന് പറയുന്നത്, വെഡിങ് എന്ന് പറയുന്നത് അത് ഏതൊരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. സോ അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും മുൻപിൽ വെച്ച് രണ്ടുപേരും ഒഫീഷ്യലി എൻഗേജ്ഡ് ആവാൻ പോവാണല്ലേ. സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം നമ്മുടെ എല്ലാവരുടെയും മുൻപിൽ ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു സ്റ്റേജിൽ ആസ് എ ബ്രൈഡ് ആൻഡ് ഗ്രൂമായി നിൽക്കുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ നൗ? ലൈക്ക് എക്സൈറ്റ്മെൻ്റ് ആണോ, നെർവസ് ആണോ, ടെൻസ്ഡ് ആണോ? രണ്ട് വാക്ക് നമ്മളോട് ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡിഡ് യു സേ? ഐ എം സ്റ്റാർട്ടിങ് വിത്ത് സാൻഡ്ര. എനിക്ക് തോന്നുന്നു നന്നായി സംസാരിക്കുന്ന പേഴ്സൺ ആണെന്ന് തോന്നുന്നത്. സോ രണ്ട് വാക്ക് നമ്മളോട്, ഒബ്വിയസ്ലി രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലായിരിക്കും അല്ലേ. പക്ഷേ അവരിൽ നിന്ന് കേൾക്കാനായിട്ട്, അവർ രണ്ട് വാക്ക് കേൾക്കാനായിട്ട് നമ്മൾ ഒത്തിരി പേര് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ എന്താണ് ഈ ഒരു സമയം ഫീൽ ചെയ്യുന്നത്? രണ്ട് വാക്ക് നമ്മളോട് ഒന്ന് ഷെയർ ചെയ്യാമോ പ്ലീസ്? ഐ എം സോ ഹാപ്പി. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഈ പറഞ്ഞ പോലെ എക്സൈറ്റ്മെൻറ്റും ഒരു ടെൻഷനും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സത്യത്തിൽ. എനിവേസ് താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ആൻഡ് പ്ലീസ് ബ്ലെസ് us. താങ്ക് യു. രണ്ടുപേരോടും ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ. യു ഗൈസ് ആർ അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ഇൻ യുവർ ഡ്രസ്സസ്. ഇറ്റ്സ് ലൈക്ക് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുണ്ട് രണ്ടുപേരെയും കാണാനായിട്ടല്ലേ. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ സാൻഡ്രേനെ ആയിക്കോട്ടെ ഒപ്പം സിദ്ധാർത്ഥിനെ ആയിക്കോട്ടെ പേഴ്സണലി വളരെ നല്ലതുപോലെ അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഈ ഒരു ബിഗ് ഡേ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ആസ് എ പാർട്ട് ഓഫ് മൈ റോൾ ഞാൻ ഇവരൊന്ന് ഒഫീഷ്യലായിട്ട് introduce ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. So first of all, I would like to introduce the beautiful bride to be, Dr. Sandra Sunil, a lovely bride to be, hails from the Tumbail family. She is a beloved daughter of Mr. Sunil TR and Mrs. Susida Sunil. She is a dentist by profession. So this is all about the beautiful bride. And next about the handsome groom, Mr. Siddhartha Subhash. Sidhu, first of all, welcome to the family. ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം മുതൽ നമ്മുടെ ഒരു ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള സിദ്ധുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ Mr. Siddhartha Subhash belongs to the Mangalatha family. He is a beloved son of Mr. Subhash Lal and Mrs. Bensila Subhash. He is working as a project manager in Saudi Arabia. So രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള രണ്ട് നല്ല ഫാമിലിയിലെ രണ്ട് നല്ല മക്കളാണ്. ആൻഡ് ഓൾസോ ഇവർ രണ്ടുപേരും ഒരു 100% മാച്ചിങ് ആണ്, അല്ലെങ്കിൽ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളാണ് എന്ന് എഗ്രി ചെയ്യുന്നവർക്ക് മാത്രം നല്ലൊരു കയ്യടിയാണ്. പെർഫെക്റ്റ്. താങ്ക് യു സോ മച്ച്.
അപ്പോൾ എനിവേ ഇവർ രണ്ടുപേരെയും നമ്മൾ വളരെ ബ്രീഫായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അല്ലേ, ഇനി ഇന്നത്തെ ദിവസം ഇവരെ പോലെ തന്നെ അല്ലെങ്കിൽ ഇവരെക്കാൾ ഏറെ ഇത്രയും മനോഹരമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ബ്ലെസ്ഡ് ആയിട്ട് കാണാൻ ആഗ്രഹിച്ചവരാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ മാത്രമല്ല രണ്ട് ഫാമിലീസിൻ്റെ കൂടി ഒത്തുചേരലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ കൂടി സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഓൾ ഫാമിലി അല്ലെങ്കിൽ ഓൾ ഫ്രെയിം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ആൻഡ് നോട്ടീസ് ദാറ്റ് the two of them are very close to their family members, so definitely we should have them on the stage. So first let's welcome the bride's family. ആദ്യമായി തന്നെ ഒത്തിരി സ്നേഹത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടി സാൻഡ്രയുടെ പാരൻസിന് അച്ഛനെയും ഒപ്പം അമ്മേനെയുമാണ് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ സുനിൽ TR ആൻഡ് മിസ്സസ് സുസുധ സുനിൽ ഓൺ ടു ദി സ്റ്റേജ്. യെസ്, സുനിൽ അങ്കിൾ അദ്ദേഹത്തിന് ഓൺ ബിസിനസ് ആണ് ആൻഡ് സുസുധ ആൻറ്റി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സമയം പാരൻസ് ആണ് സ്റ്റേജിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് വി ഹാവ് വൺ മോർ പേഴ്സൺ ബിക്കോസ് അദ്ദേഹം കൂടി സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഒരു ഫാമിലി സാൻഡ്രയുടെ ഫാമിലി കംപ്ലീറ്റ് ആവുകയുള്ളൂ. വേറെ ആരുമല്ല, ആളുടെ വൺ ആൻഡ് ഓൺലി ബ്രദർ ആണ്. സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ സനക് ലാൽ ഓൺ ടു ദി സ്റ്റേജ്. എവരിവൺ നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് നമുക്ക് സനക്കിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം പ്ലീസ്. ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. എനിക്ക് തോന്നുന്നു സനക് വന്ന സമയത്ത് മാത്രം ഭയങ്കര കൈയ്യടിയായിരുന്നു. എന്തോ പണ്ട് മുതലേ ഒരുപാട് ഇഷ്ടമാണല്ലേ, എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണ്. ഒത്തിരി പേര് നന്നായി കൈയ്യടിക്കുന്നുണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സാൻഡ്രയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അച്ഛനും അമ്മയും സിബ്ലിംഗും സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ വളരെ ഡിലൈറ്റഡ് ആയിട്ട് ഐ ഹാവ് അനദർ സ്പെഷ്യൽ സെറ്റ് ഓഫ് പാരൻസ് ആൻഡ് സിബ്ലിംഗ്സ് സീറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. സോ അവരും കൂടി സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവുകയുള്ളൂ. വേറെ ആരുമല്ല, സിദ്ധുവിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. സോ ഞാൻ ആദ്യമായിട്ട് ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി ആളുടെ പാരൻസിനെയും അച്ഛനെയും ഒപ്പം അമ്മേനെയുമാണ് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നത്. യെസ് എവരിവൺ, എല്ലാവരും ചേർന്ന് മനസ്സ് നിറഞ്ഞ നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ സുഭാഷ് ലാൽ ആൻഡ് മിസ്സസ് വെൻസില സുഭാഷ് ഓൺ ടു ദി സ്റ്റേജ്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ രണ്ടുപേർക്കും ബിസിനസ്സാണ്. യെസ്, അപ്പോൾ ഈ ഒരു സമയം സ്റ്റേജിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നത് സിദ്ധുവിൻ്റെ പാരൻസ് ആണ്, അച്ഛനും അമ്മയുമാണ്. ആൻഡ് അടുത്തതായി ഞാൻ അദ്ദേഹത്തിൻ്റെ സിബ്ലിങ്ങിനെയാണ് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നത്. നമുക്കറിയാം സിബ്ലിങ്സ് ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ. അപ്പോൾ ഇവിടെയും സിബ്ലിംഗ് ആയിട്ടൊരു ബ്രദറാണ് ഉള്ളത്. സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ആദിത്യൻ സുഭാഷ് ഓൺ ടു ദി സ്റ്റേജ്. എവരിവൺ പ്ലീസ് പുട്ട് ഹാൻഡ്സ് ടുഗദർ. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെയും നമ്മൾ വെൽക്കം ചെയ്യാണ്. ആദിത്യൻ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ടുപേരുടെയും സിദ്ധുവിൻ്റെയും ഒപ്പം സാൻഡ്രയുടെയും എല്ലാ ഫാമിലി മെമ്പേഴ്സും അച്ഛനും അമ്മയും സിബ്ലിങ്സും എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഈ ഒരു സമയം നമ്മൾ സ്റ്റേജിൽ. ദേ വിൽ ടോട്ടലി സ്ട്രേഞ്ചേഴ്സ് ബട്ട് ടുഡേ ഓൺവേർഡ്സ് ദേ വിൽ സ്റ്റാർട്ടിംഗ് എ ന്യൂ ചാപ്റ്റർ, ന്യൂ ലൈഫ്, ന്യൂ ജേർണി ഓൾ ടുഗദർ. സോ ഗീവ് ദം എ ഹ്യൂജ് applause for once again to this beautiful family. ഒപ്പം നമുക്ക് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള സെറിമണീസിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി ലാമ്പ് ലൈറ്റിംഗ് സെറിമണി. നമുക്കറിയാം എന്തൊരു പ്രോഗ്രാംസും എന്തൊരു ഫംഗ്ഷനും ആരംഭിക്കുന്ന സമയത്തും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് തുടക്കം കുറിക്കണം അല്ലെങ്കിൽ ആരംഭിക്കണം എന്നാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം രണ്ടുപേരുടെ ലൈഫിൽ ഏറ്റവും ഈശ്വരാനുഗ്രഹം നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്. നമുക്കത് ലാമ്പ് ലൈറ്റിംഗ് സെറിമണിയോട് കൂടിയിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി സിദ്ധുവിനെയും സാൻഡ്രയുടെയും ഓൾ ഫാമിലി മെമ്പേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് കം ഫോർവേഡ്. നമ്മൾ ഈ ഒരു ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് ഇന്നത്തെ പ്രോഗ്രാംസിന് ഇതാ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് ആയി നമ്മൾ മൂവ് ചെയ്യുന്നത് ജാതകം കൈമാറുന്ന ചടങ്ങിലേക്കാണ്. സോ ഒത്തിരി സ്നേഹത്തോടു കൂടി രണ്ട് ഭാഗത്തു നിന്നും അച്ഛന്മാരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എക്സ്ചേഞ്ചിങ് സെറിമണിയാണ്. അപ്പം അതിന് മുൻപായിട്ട് രണ്ട് പ്രിറ്റി ഗേൾസിനെ, രണ്ട് സുന്ദരി കുട്ടികളെ ഞാൻ സ്റ്റേജിലേക്ക്
വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ സിയ ആൻഡ് ശ്രിയ 2 പേരുമാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമ്മുടെ ക്യൂട്ട് ലിറ്റിൽ സ്റ്റാർസിനെ സ്റ്റേജിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. യെസ്, ലെറ്റ്സ് വെൽക്കം സിയ ആൻഡ് ശ്രിയ ടു ദ സ്റ്റേജ്. ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി നമ്മുടെ ഫാമിലിയിലേക്ക് ഇതാ ഒഫീഷ്യലായിട്ട് ഒരു മകളെ കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. ഇത്രയും നാള് നമ്മുടെ ഫാമിലിയിലെ അച്ഛനും അമ്മയ്ക്കും 2 ആൺമക്കളായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം മുതൽ ഒരു മകൾ കൂടി ജോയിൻ ചെയ്യാണ് നമ്മുടെ ഫാമിലിയിൽ. സോ 2 ഫാമിലീസും ഒത്തൊരുമിച്ചുള്ള ഒരു ജീവിതം എന്നുള്ളൊരു യാത്രയ്ക്ക് അവരിതാ ഈശ്വരാനുഗ്രഹത്തോടു കൂടി തുടക്കം കുറിക്കാനായിട്ടാണ്. आने वाला कल कहेगा आज और अभी, कहते हैं सभी कि जाओ ना कहीं, तुम आए तो अभी तुम। कल को खबर आने वाले कल को पता, जाना आज ने हम दोनों पास हैं, तो जाओ ना कहीं, तुम आए तो अभी तुम।
छोड़ो ना इन्हें, तुम आए तो अभी तुम। रात खत्म होने को है, यही मैं हूँ, यही तू है। और सुबह की सोचूं मैं, तो दिल मेरा कहे കാലം കാത്തിടും കനവു പോലെ വന്നുവോ എന്നരികെ നിൻ ചിരിമലർ പൂത്തുലയേ ഞാൻ അരഞ്ഞു നിൻ കരളിൻ കായനാജാലകം എന്നിഴിയാൽ ഞാൻ തുറന്നു. പ്രണയനില പവിഴമിതാ പുളകമിതാ പ്രണയമിതെത്ര എത്ര എത്ര സുന്ദരം ചഷകമിതാ മധുരമിതാ ഇതുവഴി വാ ജീവിതം എത്ര 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 മോഹനം സുഗന്ധിയാം സുവർണ സന്ധ്യയിൽ വരൂ പ്രിയേ വിലോല ചന്ദ്രികേ വരൂ വരൂ കിനാവിലൻ പ്രിയേ വിലാസലോലയായി വസന്തം എത്ര എത്ര സുന്ദരം देखो देखो है शाम बड़ी दीवानी, धीरे धीरे बन जाए न कोई कहानी। देखो देखो है शाम बड़ी दीवानी, धीरे धीरे बन जाए न कोई कहानी। दिल पर है दिलकश है दिलदार नजारे हैं, आज जमीन पर उतरे कितने सितारे हैं। अकलो होश नमी दानम हम है दिल है और जानम, बस दीवानगी 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 है। ना कोई रहसन ना रहबर, ये इल्जाम लगे किस पर, बस दीवानगी 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 है। All the hot girls put your hands up and say Om Shanti Om. All the cool boys, come on, make some noise and say Om Shanti Om. Run the track, run the track, run the track and nobody look back. Them say, run the track, hey, run the track and nobody look back. Run the track, run the track, run the track and nobody look back. Them say, run the track, hey, run the track and nobody look back. Let's have some ronak shanak, let's have some party now, let's have some rola rappa, Run the track and nobody look back. Them say, let's have some dhola dhamarka, let's call the dolly now, let's have some muddy dappa. Chalo chalo ji lak lachka lo, chalo chalo ji मौज मना लो, चलो चलो जी नच लगा लो, पकड़ किसी की wrist and we twist, we twist, we twist, we twist and we twist, we twist, we twist, we पान में पुदीना देगा नाक नागिना देगा, चिकनी चमेली देखी चिकना कमीना देखा, चांदनी चिडर होके चीट किया तो सारे तारे बोले गिली गिली अक्खा। मेरी बात तेरी बात ज्यादा बातें बुरी बात, थाली में कटोरा लेकर आलू भात मूड़ी भात, मेरे भी जो किसी ने रिपीट किया तो साला मैंने तेरे मुंह पे मारा मुक्का। इस पे भूत कोई चढ़ा है,
छोड़ना जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना ये जो हाल है सवाल है कमाल है जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना பட்டன்னு பார்த்தாலே பல்ச தூம்பாடி கொட்டுபா மீனெல்லாம் கூத்தாடுமே இரவ கலரா கொஞ்சம் லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே நான் கவிஞன் உன்னை பார்த்து கெட்டு போன கவிஞன் ஆனஸ்டா நான் பேசவா இல்லை இது போதுமா Oh my darling நாங்க coming புது புது கணக்கெல்லாம் pending Oh chorus நான் கேட்கவா Yes I know yes அழகியே Marry me அழகியே Work with me get high with me तेरे वर्गा था मैनू कोई दसदा नहीं मैं तलाया बड़ा दिल किते लगदा नहीं तेरे रंग दारा मिले सितारा वे यारा तेरे बिन मैं ता सारा वे रंग सजना मानदा नहीं ये दिल तेरे लिए हर पल तेरी खैर मांगदा रहे तू जो नैना च पिलाया शराबी रंग लाया तेरे इश्क च होया मैं मलंग सजना कल रात सपनों में मुझको
मिली थी तू यहाँ तू सनन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 न
वो तू ही थी जो लगती थी വാക്ക് എന്തെങ്കിലും സാൻഡ്രനെ കുറിച്ച് ഇത്രയും നാളത്തെ ഒരു പരിചയത്തില് ആളെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാനല്ലേ? എന്തെങ്കിലുമൊക്കെ പറയാനൊന്നുമില്ല. സത്യം ഒരു 5-5.5 വർഷമായിട്ട് കൂടെ പഠിക്കാനായിരുന്നു. അപ്പോൾ അവളെ കുറിച്ച് അറിയാം. അപ്പോൾ ക്യാരക്ടറൊക്കെ പറയും ഇതേപോലൊക്കെ തന്നെയാണ്. ഡാൻസാ മെയിൻ. ഫെസ്റ്റും എല്ലാത്തിലും ഭയങ്കര നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേഷൻ. സാൻഡ്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാനും എല്ലാവരെയും ഹാപ്പി ആയിട്ട് വയ്ക്കാനും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മൾ ആരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നാലും എന്ത് ഫംഗ്ഷൻ വന്നാലും അത് കോർഡിനേറ്റ് ചെയ്യുന്നത് സാൻഡ്ര ആയിരിക്കും. എന്നുവെച്ചാൽ എല്ലാവരെയും ഹാപ്പി ആക്കുക, സർപ്രൈസസ് ഉണ്ട്, ഹാപ്പി ആക്കുക എന്നുള്ളതാണ് സാൻഡ്രയുടെ മെയിൻ. അതാണ് സാൻഡ്ര എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഇതെല്ലാം നമ്മൾ ഒരു ബർത്ത്ഡേ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ കാണും സാൻഡ്ര എന്തായാലും എന്തെങ്കിലും സെറ്റ് ചെയ്തിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ കാണും. ഇനി ഇങ്ങോട്ടേക്ക് ഭയങ്കര എന്താ പറയാനല്ലേ 2 വാക്ക്. സാൻഡ്രയെ പറ്റി പറയുമ്പം സാൻഡ്ര കോളേജ് ഹോസ്റ്റലിന്റെ ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആണ്. ആർക്ക് ഏത് അവസരത്തിൽ എന്തെങ്കിലും ക്രീംസോ അല്ലെങ്കിൽ ഏതാ സാൻഡ്ര ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് തന്നെ ഞാനൊന്ന് റിസർച്ച് ചെയ്തിട്ട് പറയാം. ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് അതിനുള്ളിൽ സാൻഡ്ര ഒരു ലിസ്റ്റ് തന്നെ എടുക്കും. അതിന് ഇപ്പോൾ ഓഫർ ഉണ്ട്, നമുക്ക് അത് മേടിക്കാം. പിന്നെ ഈ ലിപ്സ്റ്റിക് ചേരണില്ല എടി അതും ട്രൈ ചെയ്ത് നോക്കുക, അത് നന്നായിരിക്കും. എന്ത് ഡ്രസ്സിൻ്റെ കാര്യത്തിനാണെങ്കിലും എന്ത് ബ്യൂട്ടി പരമായിട്ടുള്ള എന്ത് കാര്യത്തിനും സാൻഡ്രനെ നമുക്ക് ആശ്രയിക്കാം. സാൻഡ്ര എന്തും എപ്പോഴും പറഞ്ഞു തരും, എന്ത് വേണമെങ്കിലും. അത് സാൻഡ്രയുടെ ബെസ്റ്റ് ക്വാളിറ്റിയാണ്. പിന്നെ ക്യാഷ് സാൻഡ്രയ്ക്ക് ഒരു വിഷയമല്ല. ഏത് പ്രോഡക്ട്സും എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും സാൻഡ്ര മേടിച്ച് ഉപയോഗിച്ച് റിസൾട്ട് പറഞ്ഞിരിക്കും നമുക്ക്. ആക്ച്വലി ഞാനൊരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ ഒത്തിരി പേര് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നത്. താങ്ക് യു സോ മച്ച്. സാൻഡ്ര ഞങ്ങളുടെ ആർട്ട് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ സാൻഡ്രയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഇപ്പം ഞങ്ങൾ പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഡാൻസ് കളിച്ചതിന് മെയിൻ കാരണം സാൻഡ്ര. ഞങ്ങളെല്ലാവരും വീഡിയോ കോളിൽ പഠിപ്പിച്ച് ഞങ്ങളിങ്ങനെ എത്തിച്ചത് സാൻഡ്ര. ഡാൻസ് അറിയാത്തവരാണ് ഇതിൽ പലരും. അപ്പോൾ അവരെയൊക്കെ ചേർത്ത് നിർത്താനുള്ള ഒരു നല്ല ക്വാളിറ്റി സാൻഡ്രയ്ക്ക് ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും 2 വാക്കാൻ അത് സാൻഡ്ര മതിയായി എന്നൊക്കെ സന്തോഷമായി. അതോടെ പിന്നെ നമ്മൾ ലേറ്റ് ആക്കുന്നില്ല. നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ ഈ ഒരു സമയം ക്യാപ്ചർ ചെയ്യും. അതിനുശേഷം സോങ്ങിലേക്ക് ആരാണ് ഏറ്റവും നന്നായി പാടുന്നതിൽ? ലക്ഷ്മിപ്രിയ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് 2 സോങ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ് വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം.
കാറ്റിൽ പാദസരങ്ങൾ കിലുക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. സിദ്ധുവിനെ കണ്ട സമയത്ത് എന്തുകൊണ്ടാണ് ഓക്കെ ദിസ് ഇസ് മൈ സോൾമേറ്റ്, ഇദ്ദേഹം മതി, അല്ലെങ്കിൽ ഇതാണ് എന്റെ ചെറുക്കൻ എന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു സാൻഡ്ര? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലസ് പോയിന്റ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാറുള്ളത്? സിദ്ധു ഭയങ്കര പാവമാണ്, നല്ല കെയറിങ് ആണ്. കെയറിങ് ആണ് മെയിൻ. പിന്നെ എപ്പോൾ വരുമ്പോഴും ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വരും. പിന്നെന്താ, പിന്നെ മൊത്തത്തിൽ അടിപൊളിയാണ്. ഞാൻ എനിക്ക് ഇന്നെ ക്യാരക്ടേഴ്സ് അങ്ങനെയല്ലായിരുന്നു. എനിക്ക് സിദ്ധാർത്ഥ് എന്ന പേരുള്ള ഒരാളെ കല്യാണം കഴിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ ഫസ്റ്റ് അട്രാക്ട് ചെയ്ത കാര്യം അതെങ്ങനെയാണ്. സിദ്ധു, ഞാൻ സെയിം ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സാൻഡ്രനെ കണ്ട സമയത്ത് ഓക്കെ ഇത് മതി, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ കുട്ടി എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തായിരുന്നു? ഞാൻ ആദ്യം കണ്ടപ്പോൾ സാൻഡ്ര ഭയങ്കര പാവമായിട്ടാണ് തോന്നിയത്. അതെ, പിന്നെ മനസ്സിലായി അത്ര പാവമല്ല. അപ്പോൾ എനിക്കങ്ങനെ, ഞാൻ പൊതുവെ കുറച്ച് പാവമാണ്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ പാവമായിട്ടുള്ള ഒരാളെ അല്ല വേണ്ടത്, ഇനി കുറച്ചൊന്ന് കുഴപ്പക്കാരിയായിട്ടുള്ള ആളെ വേണ്ടത്. ഇല്ല, ആള് നല്ല ആക്റ്റീവാണ്. എനിക്കപ്പോൾ അതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാത്തിലും മുന്നിലുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ട കാര്യം അതാണ്. അതെ. बावरा मन देखने चला एक सपना, बावरा मन देखने चला एक सपना, बावरे से मन की देखो बावरी है बातें, बावरे से मन की देखो बावरी है सांसें, बावरी से करवतों से निंदिया दूर मांग के, बावरी से नहीं चाहे बावरी घरों को से, बावरी नजारों को थकना. Thank you dear, thank you so much. मधानिया हाय वे मेरे डाडिया रबा कि ना जमया कि नाड़े ले छाड़िया.
ഓടിക്കോ. ഗൈസ് എല്ലാവരും ഒന്ന് കൊടുത്ത് സഹായിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു 100 രൂപ നോട്ടാണ്. അവസാനം വരുന്ന വ്യക്തിക്ക് ഷെയർ ഉണ്ടാവില്ല. 100 രൂപ നോട്ടാണ്. എങ്ങനെയെങ്കിലും ഒരു 100 രൂപ നോട്ടാണ്. ഇനി ഒരു ചെയറും കൂടി ബാക്കിയുള്ളൂ കേട്ടോ. ഇവരൊന്ന് കൊടുത്ത് സഹായിക്കാം. ഓക്കെ, ഈ റൗണ്ടിൽ ആരായിരുന്നു ഔട്ടായത്? ഓക്കെ, താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഔട്ടായിരിക്കണം ചെയർ. കുറച്ച് ഫ്യൂ സെക്കൻഡ്സിന്റെ ഡിഫറൻസിലാണ് ഔട്ടായത്. സോ താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഈ ഒരു 100 റുപ്പീസ് നോട്ട് തിരികെ നൽകാം. അതിനുശേഷം നമ്മൾ ഒരു ചെയർ മാറ്റിയിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഗെയിം കേട്ടോ. ഞാൻ പറയുന്ന തിങ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് കൊടുത്ത് സഹായിക്കുക. ഓരോ റൗണ്ട് കഴിയുന്ന സമയത്തും അവരത് തിരികെ നൽകുന്നതായിരിക്കും. ഓക്കെ, കണ്ടസ്റ്റൻസ് പെട്ടെന്ന് ബാക്ക് ടു സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ സെക്കൻഡ് റൗണ്ടില് ഓക്കെ രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ കളക്ട് ചെയ്യാൻ പോകുന്നത് ഒരു സേഫ്റ്റി പിന്നാണ്, സൂചിയാണ്. ഓടിക്കോ. ഒത്തിരി അമ്മമാര് സാരി ഒക്കെ എടുത്തിട്ടുണ്ട്. സോ സൂചിയാണ് അവരിൽ നിന്ന് വാങ്ങിക്കോളൂ. ഒരു സൂചിയാണ് കേട്ടോ. എല്ലാവർക്കും കൊടുത്ത് സഹായിക്കാം. ലാസ്റ്റ് വൺ ചെയർ, ഒരു ചെയറേ ഉള്ളൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മൾ സേഫ്റ്റി പിൻ ആയതുകൊണ്ട് തന്നെ കയ്യിൽ വെച്ചോളൂ. ഒരു കുഞ്ഞി ഒബ്ജക്റ്റില് സേഫ്റ്റി പിൻ ആയതുകൊണ്ട് നമുക്ക് കയ്യിൽ വെക്കാം. ദെൻ ഒരു ചെയർ മാറ്റിയതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണ്. കണ്ടസ്റ്റൻസ് പെട്ടെന്ന് ബാക്ക് ടു സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഒപ്പം നമ്മൾ അടുത്ത റൗണ്ടിൽ ഓക്കെ എല്ലാവരും എത്തിയോ? ദെൻ നെക്സ്റ്റ് റൗണ്ടിൽ നിങ്ങൾ കളക്ട് ചെയ്യാൻ പോകുന്നത് ലേഡീസിന്റെ ഹാൻഡ് ബാഗ് ആണ്. ഓടിക്കോ. ഒരു ലേഡീസിന്റെ ഹാൻഡ് ബാഗ് ആണ്. ഈ റൗണ്ടിൽ ആരാ ഔട്ട്? താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി നമുക്കത് തിരികെ നൽകാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് റൗണ്ടിൽ നിങ്ങൾ കളക്ട് ചെയ്യാൻ പോകുന്നത് ഒരു കോയിൻ ആണ്, നാണയമാണ്. അത് 2 റുപ്പീസിന്റെയോ 5 റുപ്പീസിന്റെയോ 3 റുപ്പീസിന്റെയോ വാട്ടർ നിങ്ങളുടെ കയ്യിലുള്ളത് കളക്ട് ചെയ്യും. ഒരു താങ്ക് യു ഡിയർ. തിരികെ നൽകാം, കോയിൻസ് നമുക്ക് തിരികെ നൽകാം. ഒരു കീ ആണ്, താക്കോലാണ്. ഒരു താക്കോലാണ്. ഓക്കെ, ഓൾറൈറ്റ്. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, പിന്നെ നമുക്ക് 4 ചെയർ ആണുള്ളത്. ഒപ്പം 5 പേർ. ഓക്കെ, ഈ ഒരു റൗണ്ടിൽ നിങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓടിപ്പോയി ഏതെങ്കിലും ഒരു കൊച്ചിനെ എടുത്ത് മടിയിൽ വെക്കുക. ഏതെങ്കിലും ഒരു കൊച്ചിനെ എടുത്ത് മടിയിൽ വെക്കുക. ഏതെങ്കിലും ഒരു കൊച്ചി. ഓക്കെ, അപ്പൊ ഇനി 4 പേരാണ് അല്ലേ? ദെൻ
നെക്സ്റ്റ് റൗണ്ടിൽ നിങ്ങൾ കളക്ട് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ഹെയർ ആക്സസറീസ് ആണ്. ക്ലിപ്പോ, ബണ്ണോ, സ്ലൈഡോ, എന്തെങ്കിലും. തിരികെ നൽകാം. ഓക്കെ, ഈ ഒരു റൗണ്ടിൽ നിങ്ങൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഐറ്റം ഒരു ലിപ്സ്റ്റിക് ആണ്. ഓടിക്കോ, ഗേൾസിന്റെ കയ്യിൽ ഉണ്ടാവുന്ന ലിപ്സ്റ്റിക് ആണ്. തിരികെ നൽകാം കേട്ടോ. ലിപ്സ്റ്റിക് ആണ്, നമുക്കത് തിരികെ നൽകാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ ഒരു റൗണ്ടിൽ ഇതിൽ ഒരാളാണ് വിൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. 10 പേര് വെച്ച് തുടങ്ങിയ ഒരു ഗെയിമിൽ ലാസ്റ്റ് ആയിട്ട് വിൻ ചെയ്യുന്നത് നമുക്ക് ആരാണെന്ന് നോക്കാം. ഈ ഒരു റൗണ്ടിൽ നിങ്ങൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഐറ്റം ഒരു ബെൽറ്റ് ആണ്. ഓടിക്കോ, ഒരു സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാം. സാൻഡ്ര എന്റെ സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാം പ്ലീസ്. Yes, musical chair with twist in the game. Winner is Akash. Congratulations! Woo! Congratulations!